അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കിയ തജ്വീദിന്റെ 2ാം ചാപ്റ്ററാണ് അൽ ഖുറാഉൽ അശ്റ. 10 ഖാരിഈങ്ങൾ എന്നതിന്റെ അർത്ഥം. 10 ഖാരിഈങ്ങളുടെ പേരുകളാണ് ഇതിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ ഖിറാഅത്തിന് ഇമാമാരാണ് എന്നും കൂടെ പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. പരിശുദ്ധ ഖുർആനിന്റെ പാരായണ രീതി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത് പ്രസിദ്ധരായ 10 ഖാരികളാണ്. അവരെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ഇമാം നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് ഇമാം അബ്ദുല്ലാഹ് ബിൻ കസീർ അൽ മക്കി റളിയല്ലാഹു അൻഹു. 3 ഇമാം അബൂ അംറിൽ ബസരി റളിയല്ലാഹു അൻഹു. 4 ഇമാം അബ്ദുല്ലാഹ് ബിൻ ആമിർ ശാമി റളിയല്ലാഹു അൻഹു. 5ാമത്തത് ഇമാം ആസിം അൽ കൂഫി റളിയല്ലാഹു അൻഹു. 6 ഇമാം ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 7 ഇമാം അൽ ഖസാഇൽ കൂഫി റളിയല്ലാഹു അൻഹു. 8 ഇമാം അബൂ ജഅഫർ മദനി റളിയല്ലാഹു അൻഹു. 9 ഇമാം യഅഖൂബ് അൽ ഹളറമി റളിയല്ലാഹു അൻഹു. 10 ഇമാം ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻഹു. എന്നിങ്ങനെ ലോകത്ത് പ്രസിദ്ധരായ 10 കാര്യങ്ങളാണ്. ഇനി പറയുന്നത് നമ്മുടെ ഖാരി ആരാണെന്നുള്ളതാണ്. ഇവരിൽ കൂഫയിലെ ഷെയ്ഖുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹു. ഇമാം ആസിം റളിയല്ലാഹു അൻഹുവിന് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഷെയ്ഖുൽ ഖുർആൻ. ഷെയ്ഖുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു എന്നിവരിൽ നിന്നാണ് ആസിം എന്നവർ ഖുർആൻ പഠിച്ചത്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്നും ഇവർ നബിതങ്ങളിൽ നിന്നും ഖുർആൻ സ്വീകരിച്ചു. അങ്ങനെയാണ് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്തിന്റെ പരമ്പര വരുന്നത്. നമുക്കൊന്ന് നോക്കാം. സനദ് ഹഫ്സ് റളിയല്ലാഹു അൻഹു. ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര നബിതങ്ങളിലേക്ക് എത്തിയ പരമ്പരയാണ്. സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആരോധി പഠിച്ചു. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവര് മുഖേന ആരാണ് ഖുർആൻ പഠിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ 2 പേർ മുഖേന ആര് പഠിച്ചു? അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു. ഈ മഹാൻ മുഖേന ഇമാം ആസിം അൽ കൂഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖിറാഅത്തിന് ഇമാമായ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഖുർആൻ എത്തിയത്. ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ച ഉസ്താദുമാരാണ്. നബിത്തങ്ങളിലേക്ക് വരെ എത്തുന്ന ഉസ്താദുമാരാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഉത്തരം കണ്ടെത്തുന്ന ചോദ്യം 1. ഷെയ്ഖുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമാം ആസിം റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ആരെയാണ്? അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹുവിനെയാണ്. മൂന്നാമത്തത്, ആരിൽ നിന്നാണ് ആസിം റളിയല്ലാഹു അൻഹു എന്നിവർ ഖുർആൻ പഠിച്ചത്? അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ്. നാലാമത്തെ ചോദ്യം, ആരിൽ നിന്നൊക്കെയാണ് അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു എന്നിവർ ഖുർആൻ സ്വീകരിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രണ്ടാമത്തത്, ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ സനദ് പൂർത്തിയാക്കാം. സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, പിന്നെ അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഇമാം ആസിം റളിയല്ലാഹു അൻഹു, ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് ഖിറാഅത്ത് ഖുർആൻ നന്നായി ഓതി പഠിക്കാനുള്ള ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.